മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനായി രാഹുൽ ഗാന്ധി ഇന്ന് സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തും. കെപിസിസി മുൻ അധ്യക്ഷന്മാരായ കെ മുരളീധരൻ, വി.എം. സുധീരൻ, കെ സുധാകരൻ, എം.എം. ഹസൻ എന്നിവർക്ക് പുറമെ നിലവിലെ കെപിസിസി വർക്കിംഗ് പ്രസിഡന്റുമാരായ എ.പി. അനിൽകുമാർ, പി.സി. വിശ്വനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരുമായും ചർച്ച നടത്തും. അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ബി ബാലഗോപാലും വിഷ്ണു പ്രസാദുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം വിഷ്ണുവിലേക്ക് പോകാം. വിഷ്ണുവാണ് ഈ ചർച്ചകൾ നടക്കാൻ പോകുന്ന ഇടത്തുള്ളത്. നേതാക്കൾ വരുന്നത് വിഷ്ണു നിൽക്കുന്നിടത്തേക്കാണ്. വിഷ്ണു, ആരൊക്കെ എത്തി, എപ്പോൾ കൂടിക്കാഴ്ച, ഇന്ന് തീരുമാനമുണ്ടാക്കുമോ? ആര്യ, ഇപ്പോൾ ഞാനുള്ളത് കേരള ഹൗസിലാണ്. ഇവിടേക്ക് നേതാക്കൾ വരുന്നുണ്ട്. പക്ഷെ ചർച്ച നടക്കുന്നത് കേരള ഹൗസിൽ വെച്ചല്ല, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിലോ വെച്ചായിരിക്കും. ഇതുവരെയും ഇത് സംബന്ധിച്ച സ്ഥലം എവിടെയാണ് എന്ന് സംബന്ധിച്ച് നേതാക്കൾക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ല. പക്ഷേ കൂടുതൽ സാധ്യത മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലായിരിക്കാനാണ്. എന്നിരുന്നാൽ തന്നെയും 10 ജൻപദ് എന്ന സോണിയാഗാന്ധിയുടെ വസതിയും വേദിയായി പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോൾ നിലവിൽ ഞാനുള്ള കേരള ഹൗസിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എം.എം. ഹസൻ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ നേതാക്കൾ ഈ യോഗത്തിന് ഇറങ്ങുന്നത് ഏകദേശം ഉച്ചയോട് അടുപ്പിച്ചായിരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും യോഗം എന്നതാണ് സൂചന. എന്തായാലും ആ യോഗത്തിന് ഇറങ്ങുന്നത് വരെ നേതാക്കൾ ഇവിടെ തന്നെയുണ്ട്. അവർ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണം അവരിൽ നിന്ന് ഉണ്ടാകുമോ എന്ന് ഉൾപ്പെടെ നോക്കിക്കാണേണ്ടതാണ്. പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് പൂർത്തിയായി വിജയം ലഭിച്ചതിന് ശേഷം ഈ നേതാക്കളെ എല്ലാം നാട്ടിൽ വെച്ച് നിരീക്ഷകർ കണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സവിശേഷ സാഹചര്യത്തിലാണ് ഒരിക്കൽ കൂടി അവരെ കേൾക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് ഇവരെല്ലാം വിളിപ്പിച്ചിട്ടുമുള്ളത്. എന്തായാലും നേതാക്കൾ കൂടി നൽകുന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള നേതാവിനെ പ്രഖ്യാപിക്കുന്നത്, കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിന് ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ പ്രധാനമായും 3 നേതാക്കൾ, രമേശ് ചെന്നിത്തല, അതോടൊപ്പം തന്നെ വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ എന്നിവരിൽ ആർക്ക് വേണ്ടിയായിരിക്കും നേതാക്കൾ കൂടുതൽ സംസാരിക്കുക, അല്ലെങ്കിൽ ആരെ മുഖ്യമന്ത്രിയാക്കുന്നതായിരിക്കും അവർ ഇഷ്ടപ്പെടുക എന്നത് ഉൾപ്പെടെ ഹൈക്കമാൻഡ് നോക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സഖ്യകക്ഷികളുടെ നിലപാടിൽ വലിയ സമ്മർദ്ദം കോൺഗ്രസിന് മേലുണ്ട്. മാത്രമല്ല ദേശീയ തലത്തിലും കോൺഗ്രസിന് ഭരണം കിട്ടിയ ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സാധിക്കാത്തത് പാർട്ടിയെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഈ ഘടകങ്ങളെല്ലാം പരിശോധിച്ച സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി നിർണയം ഇനിയും വൈകിക്കൂടാ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്നത് ഇനിയും വൈകിക്കൂടാ എന്ന നിലപാടിലേക്ക് എത്തിയത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നോ നാളെയോ ആയി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം തീവ്ര ശ്രമം നടത്തുന്നത്. ആര്യ, ശരി, വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. വിഷ്ണു ഉള്ളത് കേരള ഹൗസിലാണ്. ഖാർഗെയുടെ വസതിയിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച. അപ്പോൾ ഇന്ന് കൂടിക്കാഴ്ചകളൊക്കെ നടത്തി ഇന്ന് വൈകുന്നേരത്തോടെങ്കിലും നമുക്കൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ബി ബാലഗോപാൽ കൂടിയുണ്ട്. ബാലു, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകനായ കൃഷ്ണകുമാർ ശ്രീധരൻ പറയുന്നത് നോക്കൂ. ഈശ്വര, മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ഇനി വോട്ട് ചെയ്തവരെ കൂടി ഡൽഹിയിലേക്ക് വിളിപ്പിക്കുമോ എന്ന്. എന്തൊരു ഗതികേടാണെന്ന് നോക്കൂ ബാലു. ആര്യ, ഈ പറഞ്ഞത് ഒരു വാസ്തവമാണ്. കാരണം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്പം ആകാംക്ഷയുണ്ട്. കാരണം ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള പ്രഖ്യാപനം, അതും ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ലഭിച്ച ശേഷം ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസ് വൈകുന്നതിൽ പൊതുവെ ജനങ്ങൾക്ക് ഒരു അതൃപ്തിയുണ്ട്, ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്. അവരും അതെല്ലാം ജനങ്ങൾ ഇങ്ങനെ ഈ പരസ്യമായി പറയുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിലേക്ക് പറയുമ്പോൾ നേരത്തെ ഈ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഈ ഖാർഗെയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഖാർഗെ വൈകിട്ട് മാത്രമേ വരികയുള്ളൂ എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ ഇത് രാവിലെ എത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഈ നിലവിൽ അറിയുന്ന വിവരമനുസരിച്ച് വൈകിട്ട് മാത്രമേ ഡൽഹിയിൽ എത്തുകയുള്ളൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ ഖാർഗെ ഈ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണ്. കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട, അതായത് ഡൽഹിയിലെ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് നേതാക്കളെ വെവ്വേറെ ആയിരിക്കും ഈ രാഹുൽ ഗാന്ധി കാണുന്നത്. അത് എവിടെ വെച്ചാണ്, എപ്പോഴാണ് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ ഒരു ധാരണ ആയിട്ടില്ല. പക്ഷേ ഏറിയ പങ്കും സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയായ 10 ജൻപത്തിൽ വെച്ച് ഈ കൂടിക്കാഴ്ചകൾ നടക്കാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. പക്ഷെ അത് കൺഫേം ആയിട്ടില്ല. സ്ഥലവും സമയവും കൺഫേം ആയിട്ടില്ല. ഈ കേരളത്തിൽ നിന്ന് എത്തിയ നേതാക്കളോട് ചോദിക്കുമ്പോഴും അവരോട് ഇന്ന് ഡൽഹിയിൽ എത്തുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് 10 മണിക്ക് മുമ്പ് ഡൽഹിയിൽ എത്തണം, 11 മണിക്ക് മുമ്പ് ഡൽഹിയിൽ എത്തണമെന്നാണ് ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അതിനപ്പുറത്തേക്ക് ഈ എവിടെ വെച്ച് കൂടിക്കാഴ്ച, എപ്പോൾ കൂടിക്കാഴ്ച എന്നതിനെ സംബന്ധിച്ച്
ഒരു കൃത്യമായ ഒരു വിവരം അവർക്ക് നൽകിയിട്ടില്ല. ഓരോരോ നേതാക്കളെ വെവ്വേറെ കാണുമ്പോൾ തന്നെ അവരുടെ നിലപാടിനെ സംബന്ധിച്ചും അവരുടെ അഭിപ്രായത്തെ സംബന്ധിച്ചും വിശദമായി കേൾക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും AP അനിൽകുമാറും ഉൾപ്പെടെയുള്ള പല നേതാക്കളും ഇതിനോടകം തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവർക്ക് ഈ യോഗം സംബന്ധിച്ചുള്ള അറിയിപ്പ് പോകുവാനാണ് സാധ്യത. ഏതായാലും ഇവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ AK ആന്റണിയും അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രനെ ഈ രണ്ടുപേർക്കും ഡൽഹിയിൽ എത്താനുള്ള തങ്ങളുടെ അസൗകര്യം അറിയിച്ചിരുന്നു. അവരുടെ കൂടി ഭാഗം കേട്ടതിന് ശേഷം ഘടകകക്ഷികളുമായി ഒരു വട്ടം കൂടി ചർച്ച ചെയ്ത് ഈ പ്രഖ്യാപനം നടത്തുവാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ആര്യയൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെ വൈകുന്തോറും നാറുന്ന ഒരു സാഹചര്യത്തിലാണ്. കാരണം ഈ പാല് പുളിച്ചു മോരാകുന്നു എന്നൊക്കെ പറയുമ്പോൾ തീരുമാനം ഇങ്ങനെ നീണ്ട് ഇങ്ങനെ ആകെ ഒരു പ്രതിസന്ധിയും ഒരു വളരെ നാറ്റക്കേസായി മാറുന്ന സാഹചര്യത്തിൽ ഇന്ന് തന്നെ പ്രഖ്യാപിച്ച ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. മല്ലികാർജ്ജുന ഖാർഗെ ഡൽഹിയിലെത്തിയാൽ ഉടൻ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതെ, ഇപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ ഡൽഹിയിലേക്ക് മടങ്ങിയെത്തണം. ഇവിടെ നിന്ന് പോയ നേതാക്കളെയൊക്കെ ആയിട്ട് ഹൈക്കമാൻഡിന്റെ ചർച്ചയുണ്ടാകണം. അതല്ല, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് രാത്രിയോടുകൂടിയെങ്കിലും നമ്മളൊരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. വിഷ്ണു പ്രസാദ് തുടരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയാറുണ്ട്. ഇപ്പം കഴിഞ്ഞ തവണ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ KC വേണുഗോപാലിനോട് ആരൊക്കെയാണ് ഈ ഹൈക്കമാൻഡ് എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. അദ്ദേഹം അതിന് മറുപടിയൊക്കെ നൽകി. ഇവിടെ ചോദ്യം, ഹൈക്കമാൻഡിന് എന്തെങ്കിലും കമാൻഡ് ഉണ്ടോ? ലോ കമാൻഡ് ആണോ അതോ നോ കമാൻഡായി മാറിയോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങി. ഇപ്പോൾ രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ പോയി വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. ഇവിടെ ഒരു സംസ്ഥാനം, ഇവിടെ ഒരു കേരളം എന്നൊരു സംസ്ഥാനം അവരുടെ മുഖ്യമന്ത്രിയെ കാത്തിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു തുടങ്ങി വോട്ട് ചെയ്ത ആളുകൾ. തീർച്ചയായും. കാരണം ഹൈക്കമാൻഡിന് എല്ലാ കാലത്തും അതിൻ്റെതായ അധികാരമുണ്ട്. അത് ഒരു കാലത്തും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ വരുന്ന നേതാക്കളായാലും അല്ലെങ്കിൽ സംസ്ഥാന നേതൃപദവിയിൽ വരുന്ന നേതാക്കളായാലും അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോയിട്ടില്ല, പോകാനൊട്ട് സാധിക്കുകയുമില്ല. പക്ഷെ ഹൈക്കമാൻഡിലും ഈ തലമുറ മാറ്റം ഉണ്ടായതിന് പിന്നാലെയാണ് കൂടുതൽ ഈ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം തീരുമാനങ്ങൾക്ക് സംസ്ഥാന ഘടകങ്ങളെ കൂടുതൽ ആശ്രയിക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുള്ളത്. സോണിയാഗാന്ധിയുടെ കാലത്തെല്ലാം നമുക്കറിയാവുന്നതുപോലെ സോണിയാഗാന്ധി ഇത്തരത്തിൽ സജീവമായി കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു സമയത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്നിടത്ത് നിന്ന് ഒരൊറ്റ മറുപടി വന്നാൽ അതിൽ അവസാനിക്കുമായിരുന്നു എല്ലാം. പക്ഷേ ഇപ്പോൾ ഹൈക്കമാൻഡിന്മേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന് പറയുന്നത് കൂടി കോൺഗ്രസ് നേതാക്കൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല, ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം തന്നെ, അതായത് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളാകട്ടെ ആ ഘട്ടങ്ങളിലൊക്കെ ഈ പാർട്ടിക്ക് തിരിച്ചടി നേരിടുമ്പോൾ ഹൈക്കമാൻഡിന്മേൽ പഴിച്ചാറുന്ന ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ഒഴിവാക്കാനാണ് അധികാരം കിട്ടിയ സ്ഥലങ്ങളിലെങ്കിലും കുറഞ്ഞ പക്ഷം സംസ്ഥാനത്തിന്റെ വികാരം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനം നിർണ്ണയിക്കുക എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഈ പറയുന്ന 3 നേതാക്കളെയും പരിഗണിക്കുമ്പോൾ KC വേണുഗോപാൽ ഈ ഹൈക്കമാൻഡിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഹൈക്കമാൻഡുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. ആ ഒരു സാഹചര്യത്തിൽ പ്രധാനമായും ഈ ഹൈക്കമാൻഡ് ചെയ്യുന്നത് തങ്ങളുടെ മേൽ പൂർണ്ണമായി പഴിവരാതെ തങ്ങളെല്ലാവരുമായി കൂടിയാലോചന നടത്തിയാണ് ഒരു തീരുമാനമെടുത്തത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാൻ കൂടിയാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ മുൻകാല KPCC അധ്യക്ഷന്മാരിൽ നിന്ന് ഉൾപ്പെടെ നിലപാട് തേടുന്നുണ്ട്. ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിമാരിൽ നിന്നും തേടുന്നുണ്ട്. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഹൈക്കമാൻഡും കടക്കുന്നുണ്ട്.